നമസ്കാരം. വീണ്ടും മടിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് ഭയങ്കര അടിയാണ്. ഇന്ന് ഇൻഫോസിസ് 4% ഡൗൺ. ബാങ്ക് നിഫ്റ്റി വെച്ചാണ് അതിനെ തൂക്കാൻ നോക്കുന്നു. ഈ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട്. അത് നാളെ പറയാം. തങ്കം വില അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കാര്യം. ₹200 കയറി. പിന്നെ ഇന്ന് രാവിലെ ₹190 ഇറങ്ങും. അത് അതേ സ്ഥലത്തിലിരിക്കുന്ന പോലെ കാണിക്കുന്നു. കാരണമാണ് നിങ്ങളെ കൊണ്ട് ഈ വേരിയേഷൻസിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ 14,600 എന്നാണ് പറയുന്നു. എന്നാൽ 24 ക്യാരറ്റ് ഗോൾഡും ₹200 കയറി 16,000 മുകളിൽ പോയിക്കൊണ്ട് 927 ആണ് വന്നെത്തിയിരിക്കുന്നത്. ഈ വേരിയേഷന് തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യണം. സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇരിക്കുന്ന സ്ഥിതിക്ക് റേറ്റ് കട്ടൊന്നുമില്ല. ഇയർ എൻഡിൽ കുറച്ച് വേരിയേഷൻ വരാൻ സാധ്യത അധികമുണ്ട്. ഇതേ റേഞ്ചിൽ തന്നെ പോയി നമ്മൾ കണക്കിടുന്നപ്പോൾ അമേരിക്കയിൽ നടക്കുവാണെങ്കിൽ പക്ഷെ അവസാന നേരം ആവുമ്പോൾ 17,500 18,000 പോകാൻ ചാൻസസ് വളരെ നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ ഉറപ്പിക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നു എന്നാൽ ഇന്നലെ അമേരിക്കയിലിരുന്ന് ജോബ്ലെസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാണ് നമ്മൾ ഇത് കണക്ക് കൂട്ടി പറയുന്നത്. കൺഫേം ചെയ്യാൻ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടതിരിക്കും. ഇതുപോലത്തെ കാര്യങ്ങൾ പൊട്ടിക്കുന്ന സമയം ഞാൻ നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂസ് ഇത്രയും തന്നെ. സൈഡിൽ നോക്കുമ്പോൾ ചൈനക്കാരർ ബോൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതൊരു ഉത്തരവും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി ചൈന ബോൾ ഇടാത്ത സമയം അമേരിക്ക പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അടുത്തുന്ന ചാൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മാസം റേറ്റ് കട്ടില്ല, ഒരിക്കും റേറ്റ് കട്ടില്ല. വരെ സ്വർണത്തിൻ്റെ വില അങ്ങനെ വളരെ കയറ്റത്തിലൊന്നും ഇരിക്കില്ല. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ബോൾ അടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഇറാൻകാർ ഗുണ്ടിടുവാണെങ്കിലോ അത് എന്താകുമെന്ന് എനിക്കറിയുന്നില്ല. ഇറാനിൽ ഗുണ്ട് പോയില്ല. പിന്നെ ചൈനക്കാരർ ഒന്നും ചെയ്തില്ല. അല്ലെ തന്നെ റഷ്യക്കാരും ഒന്നും ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ പത്തിൻ്റെ വില ഇതേ റേഞ്ചിൽ തന്നെ മാസത്തിൽ ഇരിക്കും. ഇയർ എൻഡിൽ അത് 18 പോകാൻ ഒരുപാട് സാധ്യത ഉണ്ട്. എപ്പോഴാണ് നമുക്ക് ഗ്രേറ്റർ ക്ലാരിറ്റി കിട്ടുമെന്ന് പുതിയ ഫെഡറൽ ചീഫ് വന്നിട്ട് കോൺഗ്രസിൽ പോയി സംസാരിക്കുമ്പോഴും ഇപ്പോൾ അവർ ഏതാണ് ഉത്തരം കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് ഇത് മാറും. ഇന്ന് വരയ്ക്കും വന്ന ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറയുന്നതാണ്. വെള്ളിയിൽ ഇന്നും ഒരു നല്ലൊരു പിക്ചർ നമ്മൾ ആൾക്കാർ തരുന്നില്ല. ദയവ് കൂർന്ന് വെള്ളിയുടെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. വന്നിട്ട് 90-15 തൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് RBI സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 റിസൾട്ട്സ് ഓഫ് മുത്തൂട്ട് ആൻഡ് നാറ്റ്കോ എന്ന് വരാൻ പോകുന്നു. അവലെ മാർക്കറ്റിൽ മറന്ന അടിയാണ്. പക്ഷെ അത് IT സ്റ്റോക്കിനാണ് 4% ഡൗൺ. വെച്ചാൽ അമേരിക്കയിൽ ഡിസൈനായിട്ട് AI കാരണം സെക്ടർ ഇട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഗെയിം സെക്ടറിനെ അടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ഇരുന്ന് സാക്സ് കമ്പനിയെ അടിച്ചായിരുന്നു. വെൽത്ത് സ്റ്റോക്കിനെ അടിച്ചായിരുന്നു. .com ചെയ്യാൻ ഒപ്പം ഇത് വരുന്നു. ഇത് കാരണം ഇന്ന് TCS വളരെ ചീപ്പായിരിക്കുന്നു. നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. ഫോസിസും ചീപ്പായിരിക്കുന്നു. വിപ്രോയും ചീപ്പായിരിക്കുന്നു. ഇതേ പ്രോബ്ലം മറ്റു കമ്പനിക്കാർക്കും വരും. ഇത്രയും ദിവസം കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ TCSന് ഇപ്പോൾ ടിഫൻ കോഫി റേഞ്ചിൽ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എഡ്കോയുടെ റിസൾട്ട് വളരെ മോശമായി തന്നെ ഇരിക്കും. ഇത് അടിക്കുവാണെങ്കിൽ നമുക്ക് ഹോക്കെ എടുക്കാം. ഇതിൻ്റെ റിസൾട്ട് ഇന്ന് ഈവനിങ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. DFC ബാങ്ക് 1% ഡൗൺ. രാജ ബാറ്ററിയും 4% ഡൗൺ ആണ്. അമർ രാജ ഇപ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ടതിൽ കൈവയ്ക്കേണ്ട. അട്ടഹ ബാങ്കും 2% ഡൗൺ ആണ്. ഇലക്ട്രോണിക്സ് 6% ഡൗൺ ഉണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5% ഡൗൺ വന്നിരിക്കുന്നു. LG ഇലക്ട്രോണിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇലക്ട്രോണിക്സ് IPO ഇടുന്ന സമയമേ ഞാൻ പറഞ്ഞായിരുന്നു. ശങ്കൂതും പ്രോഫിറ്റൊക്കെ ടച്ചപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്താണ് കൊടുത്തിരിക്കുന്നു. പ്രോഫിറ്റ് ഒന്നും വരില്ല. അതിനെ കുറയ്ക്കും. ഒരുപാട് കാര്യം പറഞ്ഞായിരുന്നു. പറഞ്ഞതിൻ്റെ ഒപ്പം പ്രോഫിറ്റ് വന്നിട്ട് 61% ലെസ്. LG അടിയാണ്. കുറഞ്ഞുകൊണ്ടേ പോകും. IPO പ്രൈസ് വരെ എത്താണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. ഇതിലിരുന്ന് തപ്പിത്തവരെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്ത് ഓടിപ്പോണതാണ് നല്ലത്. ഇന്ത്യക്കും UK-നും ഡബിൾ ടാക്സേഷൻ ട്രീറ്റി സോഷ്യൽ സെക്യൂരിറ്റിയിൽ കയ്യെഴുത്തിരിക്കുന്നു. ഇല്ല, മെയിൻ ബെനിഫിഷ്യറി ആരെന്ന് ചോദിച്ചാൽ TCS ആണ്. ഇവരാണ് ഇംഗ്ലണ്ടിലുള്ള വലിയ ഒരു എംപ്ലോയർ. അടുത്തത് പിന്നെ ഇൻഫോസിസ്. ഇവർ 2 പേർക്കും എംപ്ലോയി കോസ്റ്റ് കുറയും. കൺസൾട്ടിങ് കമ്പനി വന്നിട്ട് ഹണിവെലിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്തിരിക്കുന്നു. ബ്രൈറ്റായിട്ട് ഒരു ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. CLSA എന്ത് പറയുന്നു എന്നാൽ ഭയങ്കരമായിട്ട് കയറും. എന്തെന്ന് വെച്ചാൽ അവർക്ക് അൺസർട്ടനിറ്റി ഒക്കെ കൂടുതലാണ്. അത് കാരണം അവർ ഗോൾഡ് ലോണിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പതിയെ തന്നെ കയറും. എന്തിന് അവർക്ക് ആ മെയിൻ ക്യാപിറ്റലിൻ്റെ ഒപ്പം ഇരിക്കുന്ന അൺസർട്ടനിറ്റി ഇന്നും തീർന്നില്ല. അതിൻ്റെ ശേഷം തന്നെ മറ്റു ബിസിനസ്സിനൊക്കെ കളത്തി വിട്ടുകൊണ്ട് അതൊക്കെ അവർ ശരി ചെയ്തുകൊണ്ട് പിന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. റോക്കറ്റ് കയറിപ്പോവും മുത്തൂറ്റ്. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഈ മനപ്പുറമും വളരെ കോസ്റ്റ്ലിയാണ്. അത് വന്നിട്ട്
ഇത് റോക്കറ്റിൽ പോവുകയാണെങ്കിൽ അത് പ്ലെയിനിൽ പോകും. അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലെസ് ചെയ്ത റിപ്പോർട്ടാണ്. രണ്ടും നല്ല കമ്പനിയാണ്. വൈറസ് സൂചിയായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടിനും നമ്മൾ നോക്കിയിരിക്കുന്നതാണ് ബെറ്റർ. കൺസിഡർ ചെയ്യേണ്ട സമയം നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ എന്ത് പറയുന്നു എന്നാൽ അടുത്ത Q4ഉം വളരെ നന്നായിരിക്കും. ഈ 14 കാരറ്റ് 16 കാരറ്റ് ഗോൾഡിനൊക്കെ ഈ ലാബ് ഗ്രോൺ ഡയമണ്ടൊപ്പം മിക്സ് ചെയ്ത് വിൽക്കുന്നു. ഇല്ലാതെ അവരെ 30% ഓഫ് ദി സെയിൽ വന്നിട്ട് 18 കാരറ്റ് ഗോൾഡായിട്ട് മാറിയിട്ടുണ്ട്. അവരെ മാർജിൻ വളരെ ബെറ്റർ ആയിരിക്കും എന്ന് അവർ പറയുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു വൈറസ് സൂചിയാണ്. അടുത്ത് നമ്മളെ കൊണ്ട് പോകാൻ പറ്റൂല. ഇവിടെ നിന്ന് ഒരു ടെസ്റ്റ് മാച്ച് നോക്കുന്നത് പോലെ ബൈനോക്കുലർ വെച്ചാണ് നമ്മൾ ഈ ടൈറ്റനെ നോക്കേണ്ടത്. ഒരു ദിവസം ക്ലയൻറ്റിനെ പോലെ ഒരു 50% കറക്റ്റ് ആകും. നമുക്ക് ഹോക്കി എടുക്കാം. പോയിരിക്കുന്ന സ്ഥിതിക്ക് ഇത് ബൈനോക്കുലർ വാച്ചിങ് ആണ്. അതുപോലെ സിപ്ല ഫൗണ്ടേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഹമീദിൻ്റെ കഥ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത്. അപ്പോഴാണ് ഒരു പഴയ കമ്പനി ടാറ്റാസ് ഇന്ത്യൻ സയൻസിനാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അതിലൊരു ഹോസ്പിറ്റൽ കെട്ടിയിട്ടുണ്ടായിരുന്നു രതൻ ടാറ്റ മരിക്കുന്ന മുമ്പേ. ആ ഹോസ്പിറ്റലിൽ 2 പേർ ചേർന്ന് ഈ ലങ്സിലുള്ള വ്യാധിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൾമനോളജിസ്റ്റിനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നു. പൾമനോളജിസ്റ്റിനെ ട്രെയിൻ ചെയ്ത് വർക്ക്ഷോപ്പൊക്കെ നടത്താൻ പോകുന്നു. അഡ്വാൻസ് റിസർച്ച് കൊണ്ടുവരാൻ പോകുന്നു. ഒരു നല്ല ന്യൂസിന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് നമുക്കൊരു നല്ല ന്യൂസാണ്. നമ്മുടെ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ അതിൽ ഒരുപാട് ഓട്ടോമേഷൻ ചെയ്തു. ആൾക്കാർ ഞങ്ങൾക്ക് ആവശ്യമില്ല. 50% ആൾക്കാരെ ഞങ്ങൾ സെയിൽസിന് മാറ്റും. മേനിങ്ങിരിക്കുന്ന ആൾക്കാർ മാത്രം ഇവിടെ വന്നാൽ മതി. ഒരുപാട് ആൾക്കാരിനെ ജോലിയിലിരുന്ന് എടുക്കേണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. ഇത് SBI ആണ്. അതൊരു ഡമ്മി ബാങ്ക്. ആക്ച്വലി ഇതിനെക്കാട്ടിൽ 10 മടങ്ങ് നന്നായിട്ട് ചെയ്യണം. അവർക്കിരിക്കുന്ന ഗവൺമെൻറ് അക്കൗണ്ടിനെ വെച്ച് ഇതിനെ തൂക്കാൻ വേണ്ടിയിട്ട് SBIനെ തൂക്കി. ഇവിടെ അവിടെ നിന്ന് തൊട്ട് ഇപ്പോൾ TCSനെക്കാട്ടിലും വാല്യുബിൾ കമ്പനി ആയിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നു. ഇത് ജോക്കായിട്ടാണ് ഇരിക്കുന്നു. അമർ രാജ പ്രോഫിറ്റ് 50% ആയി. വലിയ ഗ്രോത്തും ഇരിക്കുന്നു. അതേസമയം അമേരിക്കയിൽ ഒരു സബ്സിഡറി എന്ന് പറയുന്നു. മോട്ടോഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതായിട്ട് ന്യൂസ് വന്നിരിക്കുന്നു. പേപ്പറിൽ വലുതായിട്ട് ഒന്നും വന്നില്ല. കാരണം വെയിറ്റ് ആൻഡ് വാച്ചിൽ ഇട്ടാൽ മതി. MTRൻ്റെ കമ്പനി വന്ന് അതിലും കുറച്ച് കയറി പ്രോഫിറ്റ് മാത്രം 3% കയറിയിരിക്കുന്നു. ഈ മങ്ങാത്ത പാർട്ടി ജെയിംസ് ട്വീറ്റ് ഇരിക്കുന്നല്ലേ 5000 കോടി ഫൈൻ. 10,000 കോടിയുടെ അടുത്ത് അടിച്ചുകൊണ്ട് 5000 കോടി ഫൈൻ കെട്ടിയല്ലേ. ഇപ്പോൾ ഈ അനന്തനാരായണന് സെബിയിലിരുന്ന് അയച്ചിരിക്കുന്നു. ഇതുപോലത്തെ ബാഡ് റിപ്പോർട്ടൊക്കെ എഴുതുന്നു. STT കുറഞ്ഞിരിക്കുന്നു. ആഡം വന്നിട്ട് XTT റേറ്റ്മേ കയറ്റിയിരിക്കുന്നു. ജനങ്ങൾ മങ്ങാത്ത കളിക്കുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ വന്നിരിക്കുന്നു ജെയിംസ് സ്ട്രീറ്റ്. ഫൈനൊക്കെ കെട്ടിയായി കറക്റ്റായിട്ട് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റർ എടുത്തിരുന്ന കാശിനെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ഫ്രീ IITയിൽ പഠിച്ചവരെ വേലയ്ക്ക് ചേരാൻ. എങ്ങനെയെന്ന് വെച്ചാൽ കൈയിനഴച്ച് തന്നെ കുത്തുകയെന്ന് പറയുന്നത് ഒരു കനി സ്കില്ലാണ്. IITയിൽ നമ്മളെ ജനങ്ങളുടെ GST കാശിനെ വെച്ച് പഠിച്ചവരെ കല്ലുടെ പാക്കറ്റിന് അടിക്കുന്ന സ്കില്ല് സ്ട്രീറ്റിൽ തന്നെ ഇരിക്കും. ഇരിക്കുന്ന ഈ പ്രഷറിന് STT വേണമെന്ന കാരണത്താൽ വരൂ, വണ്ടിയിലിരിക്കൂ, ഞങ്ങൾ ആൾക്കാരെ കാശിനെ തന്നെ എടുത്തുകൊണ്ട് പ്രോഫിറ്റിനെ മാത്രം ഡോളറിനെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവരെ പറയാതെ പറപ്പിച്ചാണ് ഇരിക്കാൻ വെച്ചിരിക്കും. 4 കോടി രൂപ ശമ്പളം കൊടുത്ത് കളിച്ച് എങ്ങനെയാണ് ജനങ്ങളുടെ റാക്കറ്റിൽ നിന്ന് അടിക്കണം എന്ന് നോക്കുന്നു. അപ്പോൾ അവസാനം എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യക്ക് ഗവൺമെൻറ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ട്രംപിൻ്റെ പ്രഷർ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ USA ഓയിൽ കൊണ്ടുപോവാ, അല്ലെങ്കിൽ വെനിസുലയിലിരുന്ന് കൊണ്ടുപോവാ എന്ന് അവർ നോക്കുന്നു. ICICI പ്രൊഡൻഷ്യലിന് ഒരു അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. യൂക്കിറ്റോസിലും ഫെഡറലിലും അവർ സ്റ്റേറ്റിലെ കയറ്റുന്നു എന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. തിങ്സ് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ തനിയായിട്ട് പിരിക്കണമെന്ന് വിചാരിച്ചതിനൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഉണ്ടായ പ്രോബ്ലമൊക്കെ നമ്മളൊക്കെ സോൾവ് ചെയ്തു. രണ്ടും ഒന്നായിരിക്കട്ടെ. അതാണ് നാട്ടിനും നല്ലത്, കമ്പനിക്കും നല്ലത്, ഷെയർ ഹോൾഡറിനും നല്ലത്, എംപ്ലോയിക്കും നല്ലത് എന്ന് പറഞ്ഞ് ആ ഡീമർജറിനെ കട്ട് ചെയ്തിരിക്കുന്നു. ഒരു നല്ല ന്യൂസ് വന്നിരിക്കുന്നു. വൈഡസ് ലൈഫ് സയൻസസ് നമ്മൾ കൺസിഡർ ചെയ്ത കമ്പനി വന്നിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ജയിച്ചിട്ടുണ്ട്. സ്റ്റെർമേസ് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലൈഫ് സേവിങ് ക്യാൻസർ ഡ്രഗിന് കോപ്പി അടിച്ച് ഇന്ത്യയിൽ കൊടുക്കാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെൽമേസ് അതിനെ അപ്പോസ് ചെയ്തു. സുപ്രീം കോർട്ട് എന്ത് പറഞ്ഞു എന്നാൽ ഇത് ലൈഫ് സേവിങ് ഡ്രഗ്, ഇതിൽ അവർ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റ്സ് കൊടുക്കുന്നു. പാറ്റൻ്റ് നിങ്ങൾ മര്യാദയ്ക്ക് മാപ്പ് ചെയ്യണം, ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ വേളയിൽ ഇവർ സപ്ലൈ ചെയ്യും. ജനങ്ങൾക്കും നല്ലതും നമുക്കും നല്ലതാണ്.
ഇതുപോലെ കാരണത്തിനാണ് നമ്മൾ ഇന്ത്യൻ ഫാർമ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നത്. പാറ്റന്റ് എക്സ്പയർ ആകുന്ന സമയം ഇതിനെ എക്സ്പോർട്ട് ചെയ്തും അവർ സമ്പാദിക്കും. നമ്മളെല്ലാവരും ഒരു നല്ല ന്യൂസാണ്, ഓവറോൾ ആയിട്ടുള്ള ന്യൂസ്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.